ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ട്രൈപോഡാണ്. ഇപ്പം നമ്മൾ റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണ്. വളരെ ചീപ്പായിട്ട് കിട്ടിയൊരു സാധനമാണ്. ബട്ട് എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന്. പ്രത്യേകിച്ച് ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും ഒരു ട്രൈപോഡ് വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ഇതുവഴി നോക്കാം. ഇതെൻ്റെ യൂസർ മാനുവലാണ്. ഫുള്ള് ചൈനീസാണ്. അതുകൊണ്ട് നമുക്ക് പറ്റിയ കാര്യമല്ല. നമുക്ക് അതിനടുത്ത് ബഹിഷ്കരിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിൻ്റെ കവർ ഞാൻ അടിച്ച് മാറ്റിട്ട് നമ്മുടെ ട്രൈപോഡ്. ഇത് സ്റ്റാൻഡേർഡ് ട്രൈപോഡാണ്. പിന്നെ ഇതിനോട് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു ആൻഡ്രോയിഡ് iOS സപ്പോർട്ട് ചെയ്യുന്ന റിമോട്ട് കൂടിയുണ്ട്. നമുക്ക് ഈ പറയുന്ന റെക്കോർഡിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു മിനി റിമോട്ടാണ്. ബാറ്ററി റിമോട്ടൊന്ന് അടിച്ച് നോക്കട്ടെ. ഓക്കെ, ഒരു ഹാൻഡിയാണ്. ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈപോഡ് വാങ്ങുമ്പോൾ ഇതും കൂടി ഈ ഫെസിലിറ്റി കൂടെ ഉള്ള റിമോട്ട് ഫെസിലിറ്റി കൂടെ ഉള്ള ഒരു ട്രൈപോഡ് വാങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമുക്ക് ഈ ട്രൈപോഡിനൊന്ന് നിവർത്തി നോക്കാം. അത്യാവശ്യം ബിൽറ്റ് ഇൻ ക്വാളിറ്റി ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇച്ചിരി ഹെവി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹെവി ഡ്യൂട്ടിയുടെ ഒരു ഫീലുണ്ട്. നമുക്ക് തീരെ ലോക്കലായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഈ ക്ലിപ്പും കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഒരു ഹെവി യൂസിന് ഉപയോഗപ്രദമാകും എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വാട്ടർ ലെവലും ഉണ്ട് ഇതിൻ്റെ അകത്ത്. 2 ടൈപ്പ് വാട്ടർ ലെവലുണ്ട് കേട്ടോ. ഇതൊരു ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ പൊസിഷന് കറക്റ്റാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ഒരു ലെവലറുണ്ട്. കറക്റ്റായിട്ട് സ്റ്റാൻഡ് ഈ ട്രൈപോഡിൻ്റെ 3 കാലുകളും ട്രൈപോഡിൻ്റെ 3 കാലുകളും കറക്റ്റ് പൊസിഷനിലാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ലെവലറും കൂടി ഇവിടെ ഉണ്ട്. ബിൽറ്റ് ഇൻ ക്വാളിറ്റി വൈസ് നല്ല ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഹോൾഡറാണ്. ഇതിൽ വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടലാണെങ്കിലും ശരി 2 ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പം ഈ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ രീതിയിലാണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോ പർപ്പസിൻ്റെ രീതിക്കനുസരിച്ചിട്ട് നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊരു നല്ല ഫീച്ചറാണ്. 2 രീതി കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രൈപോഡുകൾ ഇപ്പം ആമസോണിലും ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടും. ബട്ട് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം റിവ്യൂ കാര്യങ്ങളും നോക്കി ഒരു സ്റ്റാൻഡേർഡ് സാധനം മാത്രമേ വാങ്ങാവൂ. കാരണം നമുക്ക് ലോങ് റൺ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പൊതുവേ മെറ്റീരിയൽ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇളകി പോകാറുണ്ട്. അപ്പം നമുക്ക് പിന്നെ പുതിയത് വാങ്ങേണ്ടി വരും. അപ്പം ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം ബിൽറ്റ് ഇൻ ക്വാളിറ്റി ഉള്ളത് മാത്രം നിങ്ങൾ വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന റിമോട്ടും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ.